ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിൻ്റെ നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും 2ാമത്തെ യൂണിറ്റ് ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? നന്നായി ഉണ്ണാൻ അല്ലേ? നന്നായി ഉണ്ണാൻ എന്നാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് 35 മാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 ആഹാര സാധനങ്ങളുടെ പേരെഴുതാനാണ് കേട്ടോ ഒന്നാമത്തെ പ്രവർത്തനം. എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ, കഴിക്കുന്ന ഏതെങ്കിലും 5 ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. അടുത്ത പ്രവർത്തനം 2, ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് എഴുതുക. അതായത് നമ്മൾ വാക്യമായിട്ട് എഴുതണം കേട്ടോ. അതായത് കാള, മനുഷ്യൻ അങ്ങനെയൊന്നും എഴുതരുത്. ചിത്രത്തിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാര്യം വാക്യത്തിലാണ് എഴുതേണ്ടത്. അപ്പം 5 മാർക്കിൻ്റെ ചോദ്യമാണ്. കുറഞ്ഞത് 5 വാക്യങ്ങൾ അല്ലെങ്കിൽ ഒരു 3-5 വാക്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം വാക്യത്തിലാണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് നമ്മുടെ 2ാമത്തെ പ്രവർത്തനം. എന്താ മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ എന്താണെന്നുള്ളത്? എന്താണ്? കലപ്പ് ഉപയോഗിച്ചിട്ട് നില ഉഴുതുമറിക്കുകയാണ് അല്ലേ? അതായത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിളക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ 2ാമത്തെ പ്രവർത്തനമാണത്. അടുത്തത് നമ്മുടെ പ്രവർത്തനം 3. എന്താ മൂന്നാമത്തെ പ്രവർത്തനം? നോക്ക്, മൂന്നാമത്തെ പ്രവർത്തനം 3, ആഹാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പഴഞ്ചൊല്ലുകൾ എഴുതുക. അതായത് ആഹാരം, ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അന്നം ഔഷധമാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അതായത് ഒരു പഴഞ്ചൊല്ലാണ്, ആഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണത്. അന്നം ഔഷധമാണ്. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും 5 പഴഞ്ചൊല്ലുകൾ എഴുതുക. 5 മാർക്കിൻ്റെ ചോദ്യമാണത്. ഇത് പ്രവർത്തനം 3 ആണിത്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, ചിത്രത്തിൽ കാണുന്നത് ഏതെല്ലാം കൃഷികളാണ് പേരെഴുതുക. അതായത് 3 കൃഷിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ കൃഷിയാണെന്നുള്ളത് ആ കൃഷിയുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ 4ാമത്തെ പ്രവർത്തനം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? തെറ്റുകൂടാണ്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അടുത്തത് പ്രവർത്തനം 5, ഉചിതമായത് വരച്ച് യോജിപ്പിക്കുക. അതായത് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആ ജോലി ചെയ്യുന്നവരാണ് 2ാമത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വരച്ച് യോജിപ്പിക്കുക. ഒന്നാമത്തെ ഇവിടെ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ ബുക്കും ഒരു പെന്നും അല്ലേ? പിന്നെന്താ, അതുപോലെ ഓരോ ജോലികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണം അല്ലെങ്കിൽ വസ്തുവുമായിട്ട് എന്താ ചെയ്യേണ്ടത്? വരച്ച് യോജിപ്പിക്കുക, ചേരുംപടി ചേർക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ് 5ാമത്തെ പ്രവർത്തനം. അടുത്തത് 6ാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് അല്ലേ? എന്താണ്? നിറം കൊടുക്കുന്നതാണ്. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള പച്ചക്കറികൾക്ക് അനുയോജ്യമായ നിറം നൽകുക. കറക്റ്റായിട്ടുള്ള നിറം കൊടുക്കുക. പച്ചക്കറികളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് 7ാമത്തെ പ്രവർത്തനം, കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുക. അപ്പം എന്താണ് കടങ്കഥ എന്ന് വായിക്കാം. 3 കടങ്കഥയാണ് ഉള്ളത്. ഒന്നാമത്തെ, കൈപ്പടം പോലെയില്ല, വിരല് പോലെ കായ. 2ാമത്തേത്, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. 3ാമത്തേത് കടങ്കഥ, ചട്ടിത്തലയൻ ചന്തയ്ക്ക് പോയി. 3 കടങ്കഥയാണ് അല്ലേ? 3 ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക? അതെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം അറിയുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അവരെന്ത് ചെയ്യണം? ആ കമൻറ്റിനൊന്ന് റിപ്ലൈ കൊടുക്കുക കേട്ടോ. ഉത്തരം അറിയുന്ന കൂട്ടുകാർ അറിയാത്ത കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അടുത്ത 4 മാർക്ക് ചോദ്യമാണ്. ഇതുപോലെ നമ്മൾ ആഹാരവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പച്ചക്കറികൾ, പഴങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കടങ്കഥകളുണ്ട് അല്ലേ? അതുകൂടി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മൾ അറിയാത്ത കൂട്ടുകാർക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മുടെ 7ാമത്തെ പ്രവർത്തനമാണത്. അടുത്തത് 7 പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ 2ാമത്തെ പാഠത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ 7 ചോദ്യങ്ങൾ, 7 പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പം 7 വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അല്ലേ? ഒരുപാട് കഷ്ടമുള്ള ഒരുപാട് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുക. അത് നമ്മൾ എക്സാമിന് ഒരുപാട് ഉപകരിക്കും അക്ഷരത്തെറ്റില്ലാതെ എഴുതുമ്പോൾ. അപ്പോൾ 7 പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ക്ലാസ്മേറ്റ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു, നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.